നിർമ്മലൻ ശക്തന്മാരെന്നിവർ തൻ പ്രാർത്ഥനയാൽ സ്വർഗപിതാവിൻ ഏകസുത ഭജനമതാം രാജാദേശ നിന്നെ വാഴ്ത്തും ഞാൻ സഹജമതായി മൃതിരഹിതാരുണ്യമാർത്തൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതന വിമലത ശുചിയും നിവയുള്ള മഹിമാവിയിലും ദൈവജനത്രീ കന്യകയാം മറിയാമേലും ഭേദമകന്നി മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോ നാം മശിഹ നിജമൃതിയാദിവർദ്ധൻ മൃതിയെ നിധിച്ചു നിഗണിച്ചോനെ അപ്പരിപാവന തൃത്വൈക സുപിതാവോടൊപ്പം ജീവനരും കുരിശാസഹിതം വന്ദിതനെ പരികീർത്തിതനെ കൃപ ചെയ്യേണം. ദൈവമേ പരിശുദ്ധനാകുന്നു ഇങ്ങൊരുവൻ വന്നറിയ
സാദരമുപദേശങ്ങളവോ ആരിമുളച്ചു പരത്തുന്നു ദൈവത്തിനുപദേശം പോ അവസാനിപ്പിപ്പോ കോരിന്തർ കഴിയ 2-ാം ലേഖനത്തിൽ നിന്നും ആഹായ് ബാറയ്ക്കുമോ ശ്രീകാരുടെ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളോട് അടുത്തിരിക്കുമ്പോൾ വിനയമുള്ളവരും അകന്നിരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് ഉറപ്പുള്ളവനുമായ പൗലോസായ ഞാൻ മശിഹായുടെ ശാന്തതയോടും സൗമ്യതയോടും കൂടി നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഒരുവൻ മശിഹായ്ക്കുള്ളവനെന്ന് തന്നെത്താൻ ഉറപ്പിച്ചിരിക്കുന്നുവെങ്കിൽ അവൻ അങ്ങനെ മശിഹായ്ക്കുള്ളവനാണോ? അങ്ങനെ തന്നെ എന്ന് ഞങ്ങളോ എന്ന് സ്വയമായി തന്നെ അറിഞ്ഞുകൊള്ളട്ടെ. ആമീൻ. ഹായ് ബാറയ്ക്കുമോ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തുതിബലികളാണ് ചേരിടുവിൻ കർത്തൃ പ്രാകാരേ നിർമ്മല കാഴ്ചയുമാ കർത്തനേ സ്തുതിമദ്ദാവുണ്ടിൽ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന സത്യപ്രാസംഗികനായ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാപ്രസംഗമാകുന്ന നമ്മുടെ കർത്താവായ യേശു മശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിൽ നിന്ന് വന്നവൻ വരുവാനിരിക്കുന്നവനുമായി ഇവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ അയച്ചവന് സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മശിഹായുടെ മനുഷ്യാവതാരത്തിൻ്റെ ആ നാളുകളിൽ ഇപ്രകാരം അരുളി ചെയ്യപ്പെട്ടു. അങ്ങനെ ഇഷ്ടസത്യങ്ങൾ ഏറ്റുപറയുന്നു. അവർ ഗലീലായിൽ സഞ്ചരിക്കുമ്പോൾ യേശു തമ്പുരാൻ അവരോട് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുവാനിരിക്കുന്നു, അവനെ അവർ കൊല്ലുകയും 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് തിരുവായി മൊഴിഞ്ഞു. അവർക്ക് വളരെ ദുഃഖമുണ്ടായി. അവർ കപർനാഹൂമിലേക്ക് ചെന്നപ്പോൾ ഈ 2 സൂസോ തലവരി വാങ്ങുന്നവർ പത്രോസിൻ്റെ അടുക്കൽ ചെന്നു. നിങ്ങളുടെ ഗുരു തൻ്റെ 2 സൂസോ തരുന്നില്ലയോ എന്ന് ചോദിച്ചു. അവൻ ഉവ്വ് എന്ന് പറഞ്ഞു. അവൻ ഭവനത്തിൽ പ്രവേശിച്ചപ്പോൾ യേശു തമ്പുരാൻ മുൻകൂട്ടി ശമൂനേ നിനക്കെന്ത് തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കവും തലവരിയും വാങ്ങുന്നത് ആരോടാകുന്നു? തങ്ങളുടെ മക്കളോടോ അന്യന്മാരോടോ എന്ന് ചോദിച്ചു. പത്രോസ് അന്യന്മാരോട് എന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ അവനോടെന്നാൽ മക്കൾ സ്വതന്ത്രരാകുന്നുവല്ലോ, എങ്കിലും നാം അവർക്കിടർച്ചയുണ്ടാകാതിരിക്കാനായിട്ട് നീ കടലിൽ ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മത്സ്യത്തിൻ്റെ വായ പൊളിച്ചു നോക്കുക. അപ്പോൾ ഒരു സ്ഥിര കാണും. നീ അതെടുത്ത്